യെസ്, അഹമ്മദാബാദ് നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ എത്രത്തോളം ആവേശമുണ്ടാകും എന്ന് നമുക്കറിയാം. അവിടെ ബേസിൽ ജോസഫും ഒക്കെ ഉണ്ട്. അവിടെ നിന്ന് മഹേഷ് പേലൂർ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് കാണാം. ഇഷാൻ കിഷന്റെ മനോഹരമായ ഒരു ക്യാച്ച് നമ്മൾ ഇന്ന് മൈതാനത്ത് കണ്ടു. എന്നാൽ അതുപോലെ മനോഹരമായ ഒരു ക്യാച്ചിലാണ് ഞങ്ങളുള്ളത്. ഒരു വലിയ ക്യാച്ച് ബേസിൽ. എന്താണ് ഒരു പടമിട്ട് ഞെട്ടിച്ചല്ലോ. അതെ അതെ അതെ, ഒരു പെട്ടെന്നുള്ളൊരു തീരുമാനമായിരുന്നു. അങ്ങ് പോകുന്നു, അങ്ങോട്ടൊന്നും നോക്കിയില്ല, നേരെ ഫ്ലൈറ്റും വിളിച്ചു വന്നു, എല്ലാം മുതലായി. സഞ്ജു അതെ 50 അടിച്ചപ്പോ കണ്ണ് നിറഞ്ഞോ സന്തോഷം കൊണ്ട്? നല്ല സന്തോഷമായിരുന്നു ആക്ച്വലി. സന്തോഷം കൊണ്ട് മാത്രമല്ല, പ്ലെയർ ഓഫ് ദ ടൂർണമെന്റ് ആവുന്നു. എവിടെ കിടന്നതാണ് ആക്ച്വലി. നമ്മൾ ടൂർണമെന്റ് തുടങ്ങുന്നതിന് മുമ്പ് എന്തായിരുന്നു, ഇപ്പൊ എവിടെയാണ് നിൽക്കുന്നത്, അത് ഇതാണ്. ആത്മാർത്ഥ സുഹൃത്ത് എന്ന നിലയിൽ ഭയങ്കര അഭിമാനം തോന്നുന്നുണ്ട്. പിന്നെ ഭയങ്കര അഭിമാനമുണ്ട്. ഭയങ്കര ഇന്നത്തേനേക്കാളും കൂടുതൽ സന്തോഷം തോന്നിയത് അന്ന് മറ്റേ മാച്ച് വിന്നിങ്, മറ്റേ 91 വിൻഡീസുമായിട്ടുള്ള കളി. ഒന്നും ഒരു രക്ഷയില്ലായിരുന്നു. അത് ലൈക്ക് ചേസ് ചെയ്തെടുത്തൊക്കെ എന്ന് പറയുമ്പോൾ ഇന്നും ഓഫ്കോഴ്സ് 3 കളി ഇപ്പോൾ ശീലമായിരുന്നു. എല്ലാ കളിയും അടിക്കുന്നത്. അതെ, സഞ്ജു കഴിഞ്ഞ ന്യൂസിലൻഡ് പര്യടനത്തിന്റെ സമയത്ത് വല്ലാത്ത വിഷമഘട്ടത്തിലാണ് പോയത്. സ്വഭാവ സുഹൃത്ത് എന്ന നിലയിൽ നിങ്ങൾ വിളിച്ചിട്ടൊക്കെ ഉണ്ടാവുമല്ലോ. അന്ന് കുറച്ച് ഉപദേശങ്ങളൊക്കെ കൊടുത്തിരുന്നോ? അത് അതേപോലെ തന്നെ അപ്പടി നടപ്പാക്കിയിരിക്കുന്നു. ഉപദേശം ഒന്നും വെറുതെ ഇല്ല. പക്ഷേ ആത്മാർത്ഥമായിട്ട് പറഞ്ഞാൽ ഈ തിരക്കിന്റെ ഇടയിൽ ഇന്നിത് വന്ന് കാണണം എന്ന് തോന്നാൻ അത്രയേറെ ഇഷ്ടമാണ് സഞ്ജുവിനെയും ക്രിക്കറ്റും. രണ്ടും ഭയങ്കര ഇഷ്ടമാണ്. ഈ പറയുന്ന പോലെ ആളുടെ ആ ജേണി നമ്മൾ കണ്ടതാണല്ലോ ആക്ച്വലി. പ്രത്യേകിച്ച് തിരുവനന്തപുരത്ത് നടന്ന കളിയും അന്നുണ്ടായ, ഇപ്പം എല്ലാവരും അന്ന് തള്ളി പറയുന്ന പോലത്തേക്ക് സിനാരിയോ ആയിരുന്നല്ലോ. ഇപ്പം എല്ലാവരും ആഘോഷിക്കുകയും ചെയ്യുന്നു എന്നൊക്കെ പറയണം. അതാണ് പെട്ടെന്ന് എല്ലാം മാറി പറയും. അങ്ങനെയാണ് എല്ലാം. മൊത്തത്തിൽ എങ്ങനെയാണ് ഇന്നത്തെ കളിയെ വിലയിരുത്തുന്നത്? കളി പിന്നെ ഭയങ്കര ഡോമിനേറ്റിംഗ് ആയിട്ടുള്ള കളിയായിരുന്നു. ഒരു വേൾഡ് കപ്പ് ഫൈനലിൽ ഇന്ത്യ ഇത്രയും ഡോമിനേറ്റിംഗ് ആയിട്ടൊരു കളി എനിക്ക് ഓർമ്മയിലില്ല ആക്ച്വലി. അതായത് ഇത്രയും 100 റണ്ണിൻ്റെ അടുത്ത് റണ്ണിന് ജയിക്കുക എന്ന് പറയുന്നത്, 250-255 റണ്ണ് സ്കോർ ബോർഡ് ഫസ്റ്റ് ബാറ്റ് ചെയ്തിട്ട് അടിക്കുക. ബോളിങ്ങിലും ലൈക്ക് ബുംറയൊക്കെ വന്ന് ചുമ്മാ വിക്കറ്റ് എടുത്തുകൊണ്ടിരിക്കില്ലേ. ലൈക്ക് അവർക്കൊരു ഓപ്പർച്യൂണിറ്റി പോലും കൊടുത്തില്ലല്ലോ നമ്മൾ ത്രൂ ഔട്ട് ദ മാച്ച്. ഭയങ്കര വൺ സൈഡഡ് മാച്ച് തന്നെയായിരുന്നു. ലൈക്ക് ഇന്ത്യൻ ടീം ഭയങ്കര സ്ട്രോങ്. ഈ ബാറ്റിംഗ് ലൈനപ്പ് അവർ ഗംഭീർ വരുത്തിയ ചേഞ്ചസ് ഉണ്ടല്ലോ. ആ സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെയുള്ള മാച്ചിന് ശേഷം വന്നിട്ടുള്ള ചേഞ്ചസ് ആണ് ആക്ച്വലി. അന്ന് അവരൊക്കെ ഫെയിലിയർ ആയപ്പോഴാണ് സഞ്ജുവിനെ തിരിച്ചു കൊണ്ടിരുന്നത്. സഞ്ജു ആക്ച്വലി വന്നതിന് ശേഷം ആ ബാറ്റിംഗ് ലൈനപ്പിൽ ഉണ്ടാക്കിയ മാറ്റം എന്ന് പറയുന്നത് നമ്മൾ ഭയങ്കര മാറ്റമാണ് ആക്ച്വലി. ആ അഗ്രഷൻ സ്റ്റാർട്ടിങ്ങിൽ തന്നെ, എന്നാൽ അവിടെ നിന്ന് കൺസിസ്റ്റൻ്റ് ആയിട്ട് നിന്ന് മാച്ച് ഫിനിഷറായിട്ട് അവിടെ തന്നെ അവസാനം വരെ നിൽക്കുക, അല്ലെങ്കിൽ ഒരു സൈഡിൽ ആങ്കർ ചെയ്ത് നിൽക്കുക, മറ്റേ പ്ലേയേഴ്സിന് അടിക്കാനുള്ള ഓപ്പർച്യൂണിറ്റി കൊടുക്കുക. എന്നാൽ റൺ റേറ്റും ആളുടെ സ്ട്രൈക്ക് റേറ്റും താഴാതെ തന്നെ അവിടെ തന്നെ നിന്ന് അടിച്ച് തന്നെ കളിക്കുക എന്ന് പറയുന്നത്, എന്നാൽ ഒട്ടും സെൽഫിഷ് ആവാതെ കളിക്കുക. ഒരുപാട് കാര്യങ്ങളുണ്ട് ആക്ച്വലി. ലൈക്ക് ഭയങ്കര ഗാലറിയിൽ നിൽക്കുമ്പോഴേ സഞ്ജു നമ്മളെ സമീപത്തോടെ പോകുമ്പോഴൊക്കെ നമ്മൾ ഇത് കാണിച്ചോ, നമ്മൾ ഇവിടെ ഉണ്ട്, ഒരു സന്തോഷം തോന്നിയോ? ഞാൻ എന്നെ കണ്ടിട്ടില്ല. ഇല്ല, ഇവിടെ ഒന്നിങ്ങനെ കാണിച്ചു, പക്ഷെ കണ്ടില്ല. ഞാൻ ഗാലറിയിൽ ഇങ്ങനെ കാണിച്ചു, സഞ്ജു കാണിച്ചു. ഇത്രയും ക്രൗഡിന്റെ ഇല്ല, ഇനി കാണാൻ പറ്റുമായിരിക്കും, അറിയില്ല. സഞ്ജുവിനെ കണ്ടിട്ട് നാട്ടിലേക്ക് മടങ്ങുന്നുള്ളൂ? എന്താ പ്ലാൻ ഒന്നും ഇട്ടിട്ടില്ല. എന്തായാലും നാളെ തിരിച്ചു പോകണം. കാണാൻ പറ്റൂല്ലോ എന്ന് അറിയില്ല. ഇപ്പൊ തിരക്കൊക്കെ ആയിരിക്കില്ലേ, പാർട്ടി അവരെല്ലാരും ഭയങ്കര ആഘോഷമൊക്കെ ആയിരിക്കുമല്ലോ. വേൾഡ് കപ്പ് ജയിച്ച രാത്രിയല്ലേ. മറ്റൊരു കാര്യം പറയട്ടെ, ബേസിലിന് വളരെ ഈസി ആയിട്ട് നടക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ഇവിടെ. നാട്ടിലാണെന്നുണ്ടെങ്കിൽ ബേസിലിന്റെ ചുറ്റും ആളുകൾ നിറഞ്ഞ് കവിയും. പക്ഷേ ഇങ്ങനെ വന്ന് കളി കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു എവിടെയാണ് ഇരുന്നത്. അപ്പോൾ സാധാരണ ആളുകളുടെ കൂടെ ഇരുന്ന് കാണുമ്പോഴാണ് അതിൻ്റെ ഒരു ത്രില്ല്. ഇങ്ങനെ വന്ന് കളി കണ്ടപ്പോൾ എന്ത് തോന്നി? ഇതല്ലേ ഏറ്റവും രസം. ഈ പറയുന്ന ആൾക്കാരുടെ ഒച്ചപ്പാടും ബഹളം. ആക്ച്വലി തിരുവനന്തപുരത്തെ കളി ആ VIP ബോക്സിലിരുന്നാണ്ട്, മറ്റേ ചില്ലുകൂട്ടിൻ്റെ അകത്തിരുന്നാണ്ട് എന്തൊരു പോറായിരുന്നു അറിയോ. ഈ പറയുന്ന സൗണ്ടൊന്നും കേൾക്കൂല. കമന്റേറ്റർ മറ്റേ TV-യിൽ പറയണ സൗണ്ടാണ് നമുക്ക് കേൾക്കുക. അത് കഴിഞ്ഞിട്ട് അത് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ നമ്മൾ അതിൻ്റെ പുറത്തുള്ള ബാൽക്കണിയിൽ ഇറങ്ങി നിന്നിട്ട് കളി കണ്ടു. ആക്ച്വലി ഈ ആൾക്കാർ സൗണ്ട് ഉണ്ടാക്കുന്നത്, നമ്മളും സൗണ്ട് ഉണ്ടാക്കി ഒച്ചപ്പാടൊക്കെ ഉണ്ടാക്കി കളി കാണുമ്പോഴല്ലേ അതിൻ്റെ രസമുള്ളൂ. അല്ലാതെ അവിടെ നിന്ന് ഇങ്ങനെ മസിൽ പിടിച്ച് കാണുന്നതിന് ഒരു രസമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇന്നത്തെ കളി കാണൽ തന്നെയായിരുന്നു കളി കാണുന്നത്. ഇങ്ങനെ തന്നെ കാണണം. അപ്പോൾ എന്തായാലും താങ്ക് യു. ഞങ്ങൾ പിടിച്ചത് ഒരു വലിയ മീനാണ്. താങ്ക്സ് കേട്ടോ, താങ്ക്സ് അലോട്ട്. നമ്മളായിട്ട് എപ്പോഴും ഞങ്ങളായിട്ട് ഞാൻ വിളിക്കുമ്പോഴൊക്കെ സഹകരിക്കുന്നത് വളരെയധികം സന്തോഷം. താങ്ക് യു. അപ്പോൾ കാണാം.